എടുത്തെറിഞ്ഞതാണ്. ഷേനയുടെ ഭർത്താവ് എറിഞ്ഞ് പൊട്ടിച്ചതാണ്. വീട്ടിലുള്ള ആരെങ്കിലും ഒരാൾ മോളെ ഒന്ന് സ്നേഹിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത് ചെയ്യാൻ മടിക്കും. എൻ്റെ ഭർത്താവ് ഉണ്ടല്ലോ, ഞാൻ ഇതിന് ചെയ്യണം എന്നുള്ള ഒരു ഇതുണ്ടാവും. പിടിക്കുവാണെന്ന് ഈ അടി. അപ്പോൾ അതെന്തെങ്കിലും പുറത്തായി കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് എന്തെങ്കിലും ചെയ്ത് കളയും, എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകുമെന്ന് പറഞ്ഞ് ഫോൺ അടിച്ച് പൊട്ടിച്ചതാണ്. എന്തായാലും ഒരു ദിവസമെങ്കിലും അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. അതിനുവേണ്ടി ഞങ്ങൾ ഇനി ഒരു അമ്മമാർക്കും ഒരു മക്കൾക്കും ഇതേ അവസ്ഥ ഉണ്ടാകും. ഭർത്തൃവീട്ടിലെ ക്രൂരപീഡനം സഹിക്കാൻ കഴിയാതെയാണ് ഷഹാന കുഞ്ഞുമായി തിരുവല്ലം വണ്ടിത്തടത്തുള്ള സ്വന്തം വീട്ടിലേക്ക് എത്തിയത്. ഭർത്തൃമാതാവിൽ നിന്നുള്ള നിരന്തരമായ മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾ ഷഹനയെ അത്രമാത്രം സമ്മർദ്ദത്തിലാക്കിയിരുന്നു. നിസ്സാര കാര്യങ്ങൾക്ക് പോലും ഭർത്തൃമാതാവ് ഷഹനയെ ഉപദ്രവിക്കുമായിരുന്നുവെന്നും. തിരുവല്ലം വണ്ടിത്തടത്ത് ഭർത്തൃപീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത ഷഹന ഷാജിയുടെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിൽ മാർച്ചിന് പോയല്ലോ, അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ മാർച്ചിന് പോകാൻ തീരുമാനിക്കുന്നത്? 10-18 ദിവസമായിട്ടും നീതി കിട്ടിയിട്ടില്ല. അപ്പം പാവങ്ങൾക്ക് നീതി ഇല്ലേ? പണക്കാരെ മാത്രം സംരക്ഷിക്കാനാണോ നമ്മുടെ നിയമം ഇരിക്കുന്നത്? അതിനുവേണ്ടി എൻ്റെ കുഞ്ഞിനെ എന്തായാലും ഒരു ദിവസമെങ്കിലും അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. അതിനുവേണ്ടി ഞങ്ങൾ ഇറങ്ങിയാണ്. ഞങ്ങൾ ഇനിയും അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇനിയും ഞങ്ങൾ ഇതിനേക്കാൾ ശക്തമായ ഇത് ചെയ്യും. എന്തായാലും എൻ്റെ കുട്ടിക്ക് അവൾ അനുഭവിച്ചതിന് അപ്പം എൻ്റെ കുഞ്ഞ് തിരിച്ചു വരുമോന്നില്ല. പക്ഷേ എന്തെങ്കിലും അവൾക്ക് വേണ്ടി ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നെങ്കിൽ ഇനി ഒരു അമ്മമാർക്കും ഒരു മക്കൾക്കും ഇതേ അവസ്ഥ ഉണ്ടാകരുത്. ഷഹനയുടെ മരണവിവരം ഭർത്തൃ വീട്ടുകാരെ അറിയിച്ചപ്പോൾ എങ്ങനെയായിരുന്നു അവരുടെ പ്രതികരണം? അത് എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. അവരൊക്കെ ആണുങ്ങളെയാണ് വിളിച്ചതെന്ന് തോന്നുന്നു. അപ്പോഴിങ്ങനെ പറഞ്ഞപ്പോൾ എന്തോ കളിയാക്കല്ലേന്നോ എന്തോ അയാൾ പറഞ്ഞു അങ്ങേര്. പിന്നെ ഒന്നും സംസാരിക്കാനോ എടുക്കാനോ ഒന്നും വിളിച്ചിട്ടൊന്നുമില്ല. അപ്പോഴും തന്നെ അവർ അവിടെ നിന്ന് മുങ്ങി. അപ്പോൾ പോലീസ് പറയുന്നതായിട്ട് അവർ വണ്ടി എടുത്തിട്ടില്ല, അവരുടെ മൊബൈൽ ഫോൺ അവിടെ ഉണ്ടായിരുന്നു. ഇതെല്ലാം അവർ കരുതി കൂട്ടി എല്ലാം വീട്ടിലിട്ടിട്ടാണ് പോയത്. അവരെ ഒരു രീതിയിലും കിട്ടരുത് എന്നുള്ള രീതിയിൽ. ഷഹനയെ ഭർത്തൃമാതാവ് നിരന്തരമായിട്ട് പീഡിപ്പിക്കുന്ന വിവരം നല്ല രീതിയിൽ അവരുടെ പ്രശ്നം ഉണ്ട്. ഈ കാലിലൊക്കെ കടിച്ച പാടുകൾ ഉണ്ടായിരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട്. അത് ഈ 3 മാസത്തെ അതിനുശേഷമാണ് എൻ്റെ മോൾ എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുന്നത് 3 മാസം. അത് ഒരു ഹോസ്പിറ്റലിൽ വെച്ചാണ്, അവരുടെ മോൻ്റെ ഓപ്പറേഷനുമായിട്ട് സംബന്ധിച്ച് ലോർഡ്സ് ഹോസ്പിറ്റലിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. ഓപ്പറേഷൻ്റെ അന്നാണ് ഈ തള്ള ഈ വേല ചെയ്യുന്നത്. ദേഹത്തൊരു ജാമ്പ് തെറിച്ചു എന്ന് പറഞ്ഞാണ് ഈ തള്ള ഇത്രയും ഉപദ്രവിച്ചേക്കുന്നത്. നിരന്തരമായിട്ട് ഇങ്ങനെ പീഡിപ്പിക്കുന്നുണ്ടെന്ന് ഷഹന പറയുമായിരുന്നോ അമ്മായിയമ്മയെ പറ്റി? അമ്മായിയമ്മയെ പറ്റി ഇങ്ങനെ വീട്ടിൽ പ്രശ്നങ്ങളും ഇതൊക്കെ ഉണ്ടാകാറുണ്ട്. ഈ ഇടയ്ക്ക് സംഭവം നടന്നപ്പോൾ ഇങ്ങനെ ഉപദ്രവം ഇപ്പോഴാണ് ഉണ്ടായത് നല്ല രീതിയിൽ. അതിന് മുന്നേയൊക്കെ കത്തിയെടുത്ത് എറിഞ്ഞിട്ടുണ്ട്. അത് കൊള്ളാത്ത രീതിയിൽ മാറി അതിൽ പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ഇപ്പോൾ ചെയ്തത് ഈ ഹോസ്പിറ്റലിൽ വെച്ച് ചെയ്തതാണ്. ഈ മുഖത്ത് അടിയിട്ടതും മുടിയൊക്കെ പിടിച്ച് വലിച്ചു തൊടയാണ് കടിച്ചത്. ഭർത്തൃമാതാവ് ഷഹനെ ഇങ്ങനെ നിരന്തരമായി പീഡിപ്പിക്കുമ്പോൾ ഷഹനയുടെ ഭർത്താവിൻ്റെ പ്രതികരണം എന്താ? ഷഹനയുടെ ഭർത്താവ് സമയത്തുണ്ടായിരുന്നു. ഷഹനയുടെ ഭർത്താവ് പിന്നീട് അത് പറഞ്ഞപ്പം പറയുക, ഉമ്മ മോളെ അടിക്കത്തില്ലേ, ഞാൻ ഷഹനയെ ചെറുതിലേ അടിച്ചിട്ടില്ലേ, അതുപോലെ കരുതി കൂടെയെന്ന്. അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ അടിക്കുന്നത് പോലാണോ ഇത്? അതല്ലെങ്കിൽ തന്നെ ഇപ്പം അമ്മമാർക്ക് പോലും അടിക്കാൻ ഇപ്പോഴും നിയമമില്ല. ആ സമയത്ത് എന്നിട്ടും എൻ്റെ അവർ നല്ലവണ്ണം ഹോസ്പിറ്റലുകാർ പറഞ്ഞതാണ്, ഓപ്പറേഷൻ നടക്കത്തില്ല, ഓപ്പറേഷൻ ഞങ്ങൾക്ക് സൂപ്രണ്ട് വന്നെങ്കിലേ പറ്റത്തുള്ളൂ, നിങ്ങൾ പോകരുത്, ഇത് കൊച്ചിൻ്റെ ദേഹത്ത് മുറിവുള്ളതുകൊണ്ട് പോലീസ് വന്നാലേ പോകാനൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ പയ്യൻ്റെ അച്ഛൻ വന്നു നിന്ന് കരഞ്ഞ് എൻ്റെ ഹസ്ബൻഡിൻ്റെ പറഞ്ഞു. എൻ്റെ ഹസ്ബൻഡ് അങ്ങനെ ഒന്നിനും പോകുന്ന ഒരു മനുഷ്യനല്ല. അപ്പം പറഞ്ഞു, പിന്നെ എൻ്റെ മോൻ ഒട്ടും വയ്യാതെ വന്നതാണ്, അവന് ബ്ലീഡിങ് ഒക്കെ ആയിട്ട് ഭയങ്കര പെയിനായിട്ട് വന്നതാണ്. ഞാൻ എന്ത് ചെയ്യാൻ, സംഭവിച്ചു പോയി, നിങ്ങൾ പറയുന്നാലേ ഇനി അവർ സർജറിക്ക് പറ്റൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവ് പറഞ്ഞു, ഞങ്ങൾക്ക് കേസൊന്നുമില്ല, പയ്യൻ്റെ സർജറി നടക്കട്ടെ, ഒരു ജീവനല്ലേ, സർജറി നടക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞങ്ങളിങ്ങ് കൊണ്ടുവന്നത്. ആൾക്ക് എന്തിൻ്റെ സർജറി ആയിരുന്നു? പൈൽസിൻ്റെ ബ്ലീഡിങ്ങും വേദനയൊക്കെ ആയിട്ടാണ് പോയത്. അങ്ങനെ അതിൻ്റെ സർജറി അന്ന് നടക്കുന്നതാണ്. അന്ന് ഉച്ചയ്ക്ക് ആ സർജറി, രാവിലെയായി സംഭവം 10 മണിക്ക്. അപ്പോൾ അത് ഹോസ്പിറ്റലുള്ളവരൊക്കെ അറിഞ്ഞു ഹോസ്പിറ്റലിൽ ഇവർ വിളിച്ച് കൂവി. ഹോസ്പിറ്റലുകാർ അവർ തന്നെ എൻ്റെ മോളെ അടിച്ചു കഴിഞ്ഞിട്ട് എല്ലാവരെയും വിളിച്ചറിയിച്ചു.
ഷെഹന ഉപദ്രവിച്ചു. അപ്പോൾ അവർ വന്നിട്ട് ചോദിക്കുകയും ചെയ്തു, ഉമ്മയെ ഷെഹന ഉപദ്രവിച്ചു എന്ന് പറഞ്ഞു. പക്ഷേ പാട് മൊത്തവും കൊച്ചിനാണല്ലോ എന്ന് പറയുന്നു. എന്നിട്ട് എൻ്റെ മോൾ എന്നെ വീഡിയോ കോളിൽ വിളിച്ച് ഉമ്മ എന്നെ അടിക്കുന്നുമ്മ എന്ന് വിളിച്ചു. പക്ഷേ അടിക്കുന്നു എന്ന് പറഞ്ഞ് എൻ്റെ മോൾ വിളിച്ചെങ്കിൽ എനിക്ക് കോളിൽ അവളെ കാണാൻ സാധിച്ചില്ല. അതിന് മുന്നേ ഇവർ ഫോൺ പിടിച്ചു വാങ്ങി. അപ്പോൾ ശബ്ദം മാത്രമേ എനിക്ക് കേൾക്കാം, ഇവർ അടിക്കുന്ന സൗണ്ടും കേൾക്കാം. അപ്പം ഞാൻ ഇവരാണെന്ന് കരുതിയില്ല, ഞാൻ വിചാരിച്ചു പയ്യനാണെന്നാണ് വിചാരിച്ചത്. അപ്പോൾ നിന്നെ കൊല്ലുവടിയെന്ന് അലറുന്ന സൗണ്ട് കേട്ടപ്പോഴാണ് പയ്യൻ്റെ ഉമ്മയാണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ ഇവർ രണ്ടുപേരും ഹോസ്പിറ്റലിൽ ഇരുന്നപ്പോഴേ എനിക്കൊരു പേടിയായിരുന്നു. ഈ തള്ള എപ്പോഴാണ് ഇവരുടെ സ്വഭാവം മാറുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. എന്തെങ്കിലും അവർ കാരണം കരുതിക്കുട്ടി ഉണ്ടാക്കും. ഇവർക്ക് എപ്പോഴും ഇവരുടെ അത് വിളിച്ചതിന് ഫോൺ എടുത്തെറിഞ്ഞതാണ് ഷെഹനയുടെ ഭർത്താവ്. എറിഞ്ഞ് പൊട്ടിച്ചതാണ് വീഡിയോ കോൾ ചെയ്തതിന്. വെളിയിൽ അറിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് എന്തെങ്കിലും അയാൾക്ക് തോന്നി, വീഡിയോ കോളിൽ വിളിച്ചപ്പോൾ തോന്നി പിടിക്കുവാണെന്ന് ഈ അടി. അപ്പോൾ അതെന്തെങ്കിലും പുറത്തായി കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് എന്തെങ്കിലും ചെയ്ത് കളയും, എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകുമെന്ന് പറഞ്ഞ് ഫോൺ അടിച്ച് പൊട്ടിച്ചതാണ്. ആ സമയത്ത് എറിഞ്ഞ് പൊട്ടിച്ചതാണ് അന്നത്തെ അന്ന്. അപ്പോൾ ഈ ഷെഹനേനെ നൗഫലും അതായത് ഭർത്താവും ഉപദ്രവിക്കുമായിരുന്നു. ഭർത്താവ് നിൽക്കുമ്പോഴാണ് ഈ ഉപദ്രവം ഹോസ്പിറ്റലിൽ. ഉമ്മ ഉപദ്രവിക്കുന്നത് കൂടാതെ ഈ നൗഫലിന്റെ ഭാഗത്ത് നിന്ന് ഈ അമ്മയുടെ വാക്ക് കേട്ടുകൊണ്ട് അടിച്ചിട്ടുണ്ട്. അപ്പൊ അത് നമ്മുടെ ഭർത്താക്കന്മാർ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറയും ഭർത്താവ് അടിക്കുക എന്നതിലിപ്പം നമുക്കൊന്നും പറയാനൊക്കത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തെറ്റ് കണ്ടാൽ അടിക്കും എന്ന് ഞാൻ പറയും. ഭർത്താവ് അടിക്കുന്നതിന് ഇപ്പോൾ വലിയ പ്രശ്നം ഉണ്ടാക്കാനില്ല. എൻ്റെ മോളടുത്ത് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും, ആണുങ്ങൾ അടിക്കുന്ന ഇതാണല്ലോ എന്ന് പറഞ്ഞങ്ങ് കളയും നമ്മൾ. എപ്പോഴും ഉപദ്രവിക്കുമായിരുന്നു നൗഫൽ, അതോ ഇങ്ങനെ എന്തെങ്കിലും ഇവർ പറഞ്ഞു കൊടുക്കുന്ന ഇതിൽ എന്തെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലും ദേഷ്യം വന്നിട്ട് ഉപദ്രവിക്കും. അല്ലാതെ നൗഫലിന് ഷെഹനയോട് സ്നേഹമുണ്ട്, അല്ല ഈ ഉമ്മ കാരണമാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്? അങ്ങനെ ഉമ്മ കാരണം തന്നെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷെ ഇവർ ഉമ്മ മക്കളെ തമ്മിൽ അടുക്കാൻ അനുവദിക്കില്ല. മക്കളും ഭാര്യമാരും തമ്മിൽ അടുക്കാനായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം അഥവാ ഇവർ തമ്മിൽ തന്നെയും എന്തെങ്കിലും രീതിയിൽ പിണങ്ങി കഴിഞ്ഞാൽ ആ ഗ്യാപ്പ് ഇവർ കയറി ഇത് ചെയ്യും. ഇഷ്ടമല്ല എന്തോ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് ഇവരുടെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം നമ്മുടെ ഒരു ഭർത്താവ് പിണങ്ങി ഇന്ന് ഫുഡ് എടുത്ത് കൊടുക്കാനായാലും ഉടനെ മോൻ ഓടി വരുമ്പോഴത്തേക്ക് അമ്മ എടുത്ത് കൊടുക്കും. സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു. ഈ 6 മാസം അല്ലെങ്കിൽ 1 വർഷത്തിനുള്ളിൽ വീടെടുത്ത് മാറി താമസിക്കും ഞങ്ങൾ. എന്നിട്ട് ഞങ്ങളും പറഞ്ഞു ഓപ്ഷൻ, എൻ്റെ മോക്ക് ഞങ്ങൾ കൊടുത്ത സ്വർണം വിറ്റ് വീട് അല്ലെങ്കിൽ വാങ്ങിത്തരാം എവിടെ. അപ്പം പറഞ്ഞു അതൊന്നും വേണ്ട, വെച്ച് വീട് സ്വന്തമായിട്ട് വെച്ച് മാറാന്നൊക്കെയാ പറഞ്ഞു. അതുവരെ ഇവിടെ നിൽക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പോയതാണ്. ഞാൻ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല നിന്നോട്ടെ അവള്. എന്നിട്ടാ പെട്ടെന്ന് അവരുടെ പ്രേരണയല്ല, അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെയൊന്നും കാണിക്കുന്നതല്ല. വന്ന് ചാടി തുള്ളി അകത്ത് അല്ലെങ്കിൽ വന്ന് ചോദിക്കും ചിന്നയുടെ മാമി എന്നൊക്കെ ചോദിച്ചിട്ടാണ്. ഇത് നേരെ അങ്ങ് എൻ്റെ കേട്ട് എവിടെയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ റൂമിൽ നമ്മൾ സന്തോഷത്തോടെ ഉച്ചയ്ക്ക് ഫുഡും കഴിച്ചിട്ട് മൊബൈലിൽ സിനിമയും കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴാണ് ഈ കയറി പോകുന്നത്. വിളിക്കുകയോ എടുക്കുകയോ ഒന്നും ചെയ്യാതെയാണ് വന്നത്. അതിന് മുന്നേ തന്നെ ഞായറാഴ്ച വന്നപ്പോഴേ അവൾ പറഞ്ഞു, ഞായറാഴ്ചയാണ് വരുന്നത്, അല്ലാതെ വരത്തില്ല. അപ്പോൾ ഞായറാഴ്ച വന്നപ്പോൾ എൻ്റെ മോള് പറഞ്ഞ് ബർത്ത്ഡേയുടെ കാര്യം പറഞ്ഞ് ഇക്ക എന്നെ വിളിക്കരുത്, ഞാൻ അങ്ങോട്ട് വരത്തില്ല എന്ന് വെച്ചാൽ അവരാരും എന്നെ വിളിച്ചിട്ടില്ല. അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ബർത്ത്ഡേക്കാരെങ്കിലും എൻ്റെ അടുത്തൊരു വാക്ക് പറയണ്ടേ, അതെന്തിനാ അവരെ വിളിക്കുന്നത്, ഞാൻ വിളിക്കുന്നത്. അപ്പം പറഞ്ഞാൽ അതല്ല, ഞാൻ ഇത്രയും ദിവസം കൊണ്ട് ഇവിടെ നിൽക്കുകയല്ലേ, എന്നിട്ട് പോലും ഒരു കോൾ വിളിക്കാതെ ഞാൻ എങ്ങനെ അയക്കാ വരുന്നത്, അത് നീ എൻ്റെ കൂടെ നിന്നാൽ മതി. അപ്പം പറഞ്ഞാൽ അത് അവിടെ വരുന്നവർ ചോദിക്കുമ്പോൾ അവർ ഫംഗ്ഷൻ നടത്തുന്ന ആൾക്കാർ വരുമ്പോൾ ഇവരുടെ കാര്യങ്ങൾ ഇവർക്ക് പുറത്തറിയുന്നത് ഇഷ്ടമല്ല. ഇവർ ഒരു കാര്യവും, അതാണ് നമുക്കും പറ്റിയ ചതി. ഇവരെക്കുറിച്ച് ആരും മോശമായിട്ട് നമ്മുടെ അടുത്ത് പറയാനായിട്ട് ആർക്കും ഇല്ല. എന്നുവെച്ചാൽ കാശുകാരനായതുകൊണ്ട് അയാളെ ചോദിക്കുമ്പോൾ എല്ലാം പരിസരത്തിരിക്കുന്ന എല്ലാം ഇവരെ ആൾക്കാരായിരുന്നു. നമുക്കത് പിന്നീടേ അറിയാവുമായിരുന്നു. ഒരു കല്യാണം വന്നിട്ട് പോലും ഈ ബന്ധുക്കളെ ഒന്നും ഇവർ പങ്കെടുപ്പിച്ചു. പിന്നെ അതിനുശേഷം ഞങ്ങളൊന്നും പോകുമ്പോഴൊന്നും ഒരു മനുഷ്യനെയും ഞങ്ങൾ കണ്ടിട്ടില്ല. ഈ ഫംഗ്ഷന് വരും, അല്ലാതെ ആരുമായിട്ട് ഇവരെ വീട്ടുകാരെ തള്ളയെ പോലും, ഭർത്താവിൻ്റെ തള്ള പോലും അവിടെ തങ്ങത്തില്ല. വന്നു കഴിഞ്ഞാൽ അപ്പോഴും തന്നെ ഇവർ പറഞ്ഞു വിടും. ഇവർക്ക് ആരുമായിട്ടും ഇതില്ല. ഈ ഭർത്താവിൻ്റെ, അതായത് നൗഫലിന്റെ ബന്ധുക്കൾ ഷഹനയുടെ മരണശേഷം എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു? ഇവരുടെ കുടുംബത്തെ പറ്റിയോ അല്ലെങ്കിൽ ഇവരുടെ പെരുമാറ്റ രീതി ഇങ്ങനെയാണ്? ഇല്ല, അതിനുള്ള അവസരമൊന്നും ഇവർ തന്നിട്ടില്ല നമുക്ക്. ഈ രണ്ടാമത്തെ മകന്റെ ഭാര്യ എങ്ങനെയായിരുന്നു ഷഹനയുമായിട്ടൊക്കെ?
കുഴപ്പമില്ല. പക്ഷേ എങ്കിലും അവർ ഒരു സാധാരണ മരുമക്കൾ, ഒരു വീട്ടിൽ 2 മരുമക്കളുള്ള രീതിയിലല്ല ഇവരുടെ ഇവരെ കണ്ടു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ അവിടെ എന്തോ ഒരു പ്രത്യേകതയാണ്. ഇവർക്ക് തമ്മിൽ സംസാരിച്ച് അവർ അല്ലാതെ സംസാരിക്കും. ഇവരില്ലെന്നുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും ഭയങ്കര ക്ലോസാണ്, ഇവരാരും ഇല്ലെങ്കിൽ. പക്ഷെ അതല്ലാതെ ഇവർക്ക് ഒരു പേടിയാണ് തമ്മിലിരിക്കുക. അതെന്ന് വെച്ചാൽ അതിനുള്ള അവസരം ഇവർ സമ്മതിക്കത്തില്ല. ആ മരുമോൾക്കും ഈ അമ്മായിയമ്മയെ പേടിയുണ്ട്. പേടിയുണ്ട്. പക്ഷെ അത് പുറത്ത് പറയുമോ? അതവിടെ ജീവിക്കുന്നതല്ലേ, അതുകൊണ്ട് അത് പറയത്തില്ല. അതിനും പേടിയുണ്ട്. അത് എന്നോടും പറഞ്ഞിട്ടുള്ളതാണ്. ആ കൊച്ചിവിടെ ഒരു ദിവസം വന്നപ്പോഴത്തേക്ക് പറഞ്ഞതാണ്. വന്ന് നിന്നപ്പോൾ ഈ സ്ത്രീ എവിടെ പോയപ്പോൾ അവരെ ഭർത്താവിൻ്റെയൊക്കെ കൂടെ പോയിട്ട് ഇവിടെ രണ്ടുപേരെയും കൂടെ കൊണ്ടാക്കി. അപ്പോഴും പറഞ്ഞു ഞങ്ങൾക്ക് സ്വർഗം കിട്ടിയതുപോലെയായി. കേസ് ഞങ്ങളുടെ എന്തായാലും എൻ്റെ കുഞ്ഞിന് നീതി കിട്ടാൻ വേണ്ടി നമ്മളാൽ കഴിയുന്നത് എത്രത്തോളം വേണമെങ്കിലും ഞങ്ങൾ മുന്നോട്ട് പോകും. ഈ ഷഹന ഇവിടെ വന്ന് 3 മാസമായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നല്ലേ? 3 മാസം, കറക്റ്റ് 3 മാസമായി. ആ 3 മാസത്തിന്റെ ഇടയ്ക്ക് നൗഫൽ വരുമായിരുന്നു കുട്ടിയെ കാണാനൊക്കെ? ഒന്നര 2 മാസം വരെ വരാതിരുന്നു. അപ്പോൾ ഇവിടെ നിന്നൊക്കെ പോയി സംസാരിച്ചതിന് ശേഷം പിന്നെ വന്നു തുടങ്ങി. വന്നിരുന്നെങ്കിലും എല്ലാ ഞായറാഴ്ചയും വരത്തില്ല. ഒരാഴ്ച വരുമെങ്കിൽ പിന്നെ ഒരാഴ്ച വരത്തില്ല, അടുത്ത് വേറെ ആഴ്ച. അപ്പോൾ എന്തെന്ന് ചോദിക്കുമ്പോഴൊന്നും പറയത്തില്ല. അപ്പോൾ വിചാരിക്കും വീട്ടുകാരുടെ ഇതിലാണ് എന്നുള്ളത് വെച്ച് പിന്നെ നമ്മളൊന്നും ചോദിക്കാൻ പോകില്ല. വരുന്നത് പോലെ വന്നിട്ട് പോട്ടെ എന്ന് വിചാരിക്കും. അവര് എല്ലാം പല വഴിക്കും അന്വേഷണം നടക്കുന്നുണ്ട്, പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് പിടിക്കും നാളെ പിടിക്കും എന്നൊക്കെയാ പറയുന്നതല്ല, അതൊന്നും പറയുന്നില്ല. ഈ പ്രതികൾക്ക് രക്ഷപ്പെടാൻ കൃത്യമായ ഒരു വഴി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന് പറയുന്നുണ്ടല്ലോ. ഇപ്പൊ കടക്കൽ അവരുടെ ഇളയ മരുമോളുടെ വീട്ടിലെ ബന്ധുവാരമാണ് കടക്കൽ നവാസ് എന്നും പറഞ്ഞ് അവരെ സസ്പെൻഡ് ചെയ്തല്ലോ. അതുപോലെ ഈ കുഞ്ഞിനെ എപ്പോഴാണ് ഷഹനയുടെ മരണശേഷം കുഞ്ഞിനെ എപ്പോഴാണ് നിങ്ങൾക്ക്? 9 മണി കഴിഞ്ഞു. 9, 10 മണിയായി രാത്രി 10 മണിക്ക്. 10 മണിയായപ്പോൾ ആരാണ് കൊണ്ടു തന്നത് കുഞ്ഞിനെ? ഇവിടെ കൊണ്ടുവന്നില്ല, തിരുവല്ലത്ത് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ട് അത് ഒരു 4 പേരുണ്ടായിരുന്നു. പാർട്ടിക്കാരും അവരുടെ ബന്ധത്തിലുള്ള ആരൊക്കെ ഉണ്ട്, പിന്നെ ഒരു വക്കീലും ഉണ്ടായിരുന്നു. അതാരാണെന്നറിയില്ല. കൊണ്ടുവന്ന് കൊടുത്തിട്ട് സ്റ്റേഷനിൽ പറഞ്ഞപ്പോൾ അവർ വിളിച്ച് ഇവിടെ നിന്ന് പോയപ്പോൾ കുഞ്ഞ് എവിടെയെന്ന് ചോദിച്ചപ്പോൾ വണ്ടിയിൽ കുഞ്ഞ് ഉറങ്ങിക്കിടക്കുക, അതോ അവിടെ കിടപ്പുണ്ട് എടുത്തോണ്ട് പോയിക്കോളാം. എന്നിട്ട് പോലും ആ പോലീസുകാർ അവിടെ വെച്ച് എൻ്റെ പിന്നെ നാത്തൂൻ്റെ ഭർത്താവ് പറഞ്ഞ് നീ ഇതിനു മുന്നേ ഒരു പ്രശ്നത്തിന് നീ ഒത്തുതീർപ്പിന് വന്നതല്ലേ എന്ന് ചോദിച്ചു, അതിലൊരു പയ്യൻ. അപ്പോൾ അത് പറഞ്ഞ സമയത്ത് പോലീസ് പറയുക കൂടുതൽ സംസാരമൊന്നും വേണ്ട, കുഞ്ഞിനെ എടുത്തോണ്ട് പോകാൻ നോക്ക്, കുഞ്ഞിനെ കിട്ടിയില്ലേ കൊണ്ടുപോകാൻ നോക്കുന്നു. ഇപ്പോൾ കേസിൻ്റെ ഒരു പോക്ക് എങ്ങനെയാണ്? കേസ് ഇപ്പോൾ ഇന്ന് അവർ ജാമ്യത്തിന് മൂവ് ചെയ്തിരുന്നു. ഇന്നത്തെ ദിവസം 11-ാം തീയതി. ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് അത് പോലീസിൻ്റെ കേസ് ഡയറി കിട്ടാത്തതിന് പ്രകാരം അടുത്ത 16-ാം തീയതിത്തേക്ക് മാറ്റിയിരിക്കുന്നതെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത്. ജസ്റ്റ് അറിഞ്ഞതേ ഉള്ളൂ ഇപ്പോൾ നടന്നത്. ഒളിവിൽ പോയിട്ട് ഇതുവരെ പിന്നെ ഒരു വിവരവും ഇല്ല. അവരിങ്ങനെ വക്കീലിൻ്റെയോ ആരുടെയോ നിർദ്ദേശപ്രകാരം ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരിപ്പോൾ ഇന്ന് മധുരയിലുണ്ടെങ്കിൽ അവിടെ നിന്ന് അവരെ ഫോൺ ഉപയോഗിക്കാതെ അവിടുത്തെ ഏതെങ്കിലും ആൾക്കാരെ നിന്ന് ഫോൺ വാങ്ങിയിട്ട് ഉപയോഗിച്ചിട്ട് അന്ന് തന്നെ അവർ അവിടെ നിന്ന് അടുത്ത സ്ഥലത്തോട്ട് മൂവ് ചെയ്യണം. അങ്ങനെ ഇപ്പോൾ അവർ ബാംഗ്ലൂർ വരെ എത്തിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിലൊരു മാർച്ച് നടത്തിയല്ലോ, അപ്പോൾ അത് എന്തായിരുന്നു അങ്ങനെ ചെയ്യാൻ തോന്നിയത്? നമുക്ക് ഈ 11-ാം തീയതി, അതായത് ഇന്നത്തെ ദിവസം ഒരു ബെയിലിന് മൂവ് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ അറിയാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് ജാമ്യം ലഭിക്കാതിരിക്കുവാൻ വേണ്ടി ഏതറ്റം വരെയും പോകണമെന്നുള്ള ഒരു ഇതുകൊണ്ട് നമ്മുടെ ഒരു ജമാഅത്തുണ്ട്, പച്ചല്ലൂർ മുസ്ലിം ജമാഅത്തിൻ്റെ ആൾക്കാർ, നമ്മൾ കുടുംബക്കാരും നാട്ടുകാരായിട്ടുള്ള കുറച്ച് സുഹൃത്തുക്കളായിട്ടാണ് പെട്ടെന്ന് തലേദിവസം രാത്രി തീരുമാനിച്ച് നമുക്ക് നീതി വേണം, അതിനുവേണ്ടിയാണ് നമ്മൾ ഇന്നലെ അങ്ങനെ ഒരു സമരമായിട്ട് മുന്നോട്ട് പോയത്. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ എങ്ങനെ ഒരു പ്രതികരണമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്? ഇന്ന് ഞാൻ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ട് സംസാരിച്ചായിരുന്നു. അപ്പോൾ അവർ പുറകിലാണ്, അവർ നല്ല രീതിയിൽ നമ്മളോട് സഹകരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഇങ്ങനെയുള്ള പ്രതികരണങ്ങളൊക്കെ നടത്തിയതിന് ശേഷം ഇച്ചിരി മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ വീണ്ടും 16-ാം തീയതി വരെ അവർക്ക് മൂവ് ചെയ്യാനുള്ള സമയമുണ്ട്. ജാമ്യം കിട്ടിയില്ലല്ലോ, ഇനി വീണ്ടും 16-ാം തീയതി വരെയും അവർ ഒളിച്ച് നടക്കും. അടുത്ത ബെയിൽ പരിഗണിക്കുന്നതുവരെയും അവരിങ്ങനെ മൂവ് ചെയ്യാനാണ് സാധ്യത. അപ്പോൾ അതിനു മുന്നേ പിടിക്കാം, അവരും ഞങ്ങൾ നിസ്സഹായരാണെന്നാണ് പറയുന്നത്. കാരണം ഇവരൊരിടത്ത് സ്റ്റേ ചെയ്യുന്നില്ല, ഇവർ ക്യാഷ് കയ്യിൽ ബൈ ഹാൻഡ് കൊണ്ടാണ് പോയിരിക്കുന്നതെന്നാണ് പോലീസ് പറയുന്നത്. കാരണം അവർ ATM ഉപയോഗിക്കുകയോ
അങ്ങനെയുള്ള സംഭവമൊന്നും നടന്നിട്ടില്ല. ഫോൺ ഉപയോഗിക്കുന്നില്ല, ATM ഉപയോഗിക്കുന്നില്ല. ഇതാണ് അവരെ പിടിക്കാൻ പറ്റാത്തതിൻ്റെ യാതൊരു കാരണമെന്ന് പോലീസ് പറയുന്നത്. അവർ ഈ ഇലക്ട്രിക്കലിൻ്റെ ഒരു ഷോപ്പാണ് ഇവർക്കുള്ളത്. അപ്പോൾ ഇവർക്ക് ബാംഗ്ലൂർ, മൈസൂർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഷോപ്പുമായിട്ട് നല്ല ബന്ധമുണ്ട് വർഷങ്ങളായിട്ട്. അപ്പോൾ ആ ഷോപ്പുകാരാണ് ഇവരെ വർഷത്തിലൊരിക്കൽ ഇവരെ ടൂറിന് കൊണ്ടുപോവുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നതായിട്ട് നല്ല ബന്ധമുള്ളതിനാൽ അവർ അവിടെ പോയാൽ തീർച്ചയായിട്ടും അവിടെയുള്ള ലോബികൾ അവരെ സഹായിക്കും. അവർ ഫോൺ വേണമെങ്കിൽ ഫോണ് ഒളിച്ചിരിക്കാനുള്ള സ്ഥലം എല്ലാം അവർ കൊടുക്കും. ആ ഒരു പ്രതീക്ഷയിലാണ് ഇവർ ആ ഭാഗത്തോട്ട് തന്നെ മൂവ് ചെയ്യുന്നത്. ഇങ്ങനെ എറണാകുളം ഈ ഭാഗത്തോട്ടല്ല പോയിരിക്കുന്നത്. മധുര വഴി ഇവരുടെ ഈ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരാൾക്കാരുടെ ആ ഒരു ലോബിയുടെ കയ്യിലാണ് ഇപ്പോൾ ഉള്ളത് ഇവർ. അതുകൊണ്ട് പോലീസിന് കണ്ടെത്തുന്നതിലും വളരെ ബുദ്ധിമുട്ടാണ്. അവരിപ്പോൾ 2 സ്ക്വാഡായിട്ട് അവരുടെ പുറകിൽ തന്നെ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ കണ്ടെത്തുന്നത് ഈ ഒരു ലോബികളുടെ ഒരു സമ്മർദ്ദമുണ്ട്. ഷെഹനയ്ക്കെതിരെ ഇവർ സ്ത്രീധന പീഡനമൊക്കെ ആരോപിച്ചിട്ടുണ്ടായിരുന്നു. സ്ത്രീധനത്തിൻ്റെ പേരിൽ ഉണ്ട്. സ്ത്രീധനം എന്നുള്ളത് അവർ പരോക്ഷമായി പറയാതെ അതിനെ ആ ഒരു സ്ത്രീധനമൊന്നും മുൻമുന്നിൽ പറയാതെ പരോക്ഷമായി ഇത് ആരോപിച്ചുകൊണ്ട് തന്നെയാണ് കുട്ടി നിരന്തരമായി, അതായത് ഒരു 8 മാസം കഴിയുന്നത് മുതലുള്ള പീഡനങ്ങൾ ഇത് ഉണ്ട്. 8 മാസം ഗർഭിണിയായിരിക്കെ ചെറിയതായിട്ട് ഈ കുഞ്ഞിനൊരു കിഡ്നി സംബന്ധമായ ഒരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പേര് ചൊല്ലിയിട്ട് ചെറുതായിട്ട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. കിഡ്നിക്ക് ചെറുതായിട്ട് വലിപ്പം കുറവായിരുന്നു, വളർച്ച കുറവായിരുന്നു. അത് പിന്നീട് മാറുമെന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു. എങ്കിലും ഇത് നമുക്ക് ബാധ്യതയാവൂലേ, മോശം പറ്റും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംസാരങ്ങളിലൂടെയൊക്കെയാണ് ഇങ്ങനെ തെറ്റിത്തുടങ്ങിയത്. പിന്നെ ഇളയ പയ്യൻ്റെ മാരേജോടുകൂടി പൂർണ്ണമായിട്ടും അവർ മോളെ തഴയുന്ന ഒരു പ്രവണത ഉണ്ടായി. കാരണം അത് ഇച്ചിരി ഒരു ജ്വല്ലറിയുടെയൊക്കെ ഉടമയും അങ്ങനെയുള്ള ഒരാളുടെ വീട്ടിൽ നിന്നൊരു പെൺകുട്ടി വന്നപ്പോൾ എൻ്റെ മൂത്ത മോനും ഇങ്ങനെ ആവാമായിരുന്നല്ലോ എന്നുള്ള ചിന്തയിൽ ചെറിയ കുത്തുവാക്കുകളും അത് ഈ സ്ത്രീധനമായിട്ട് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കുത്തുവാക്കുകൾ തന്നെയാണ് പറയുന്നത്. കുപ്പത്തൊട്ടിൽ നിന്ന് എടുത്താണ് നിന്നെ, അങ്ങനെയാണ് എന്തെങ്കിലും പറയുമ്പോൾ പെൺകുട്ടികളാകുമ്പോൾ എന്തെങ്കിലും സംസാരിക്കും. അപ്പോൾ തിരിച്ചു പറയുന്ന മറുപടി ഇതൊക്കെയാണ്, നിന്നെ കുപ്പത്തൊട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞ് മാനസികമായി ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഹോസ്പിറ്റലിൽ വെച്ചൊരു ചെറിയ ഇൻസിഡൻറ്റ് ഉണ്ടാവുകയും അങ്ങനെ മർദ്ദിച്ച് അമ്മായി ക്രൂരമായി. നമ്മൾ കടുവയിൽ പള്ളി ഹോസ്പിറ്റലിൽ നമ്മൾ അതിൻ്റെ റെക്കോർഡ്സ് എല്ലാം ഉണ്ട്. അതെല്ലാം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. കാരണം അവർ നമുക്ക് അയച്ചിരിക്കുന്ന ഒരു ഇത് ബെയിലിന് വേണ്ടി ഒരു മൂവ് ചെയ്തപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങളങ്ങനെ ഒരു കുറ്റം ചെയ്തിട്ടില്ല, കുട്ടി ഈ വീട്ടിലാണ് ആത്മഹത്യ ചെയ്തത്, ഒരു ഫംഗ്ഷന് വേണ്ടി വിളിക്കാൻ വന്നതാണ്, ഞങ്ങളാണ് അവരെ അങ്ങോട്ട് ടോർച്ചർ ചെയ്യുന്നത്, ഞങ്ങൾ കുറ്റക്കാരാൻ ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരൊരു ഇത് കൊടുത്തത്. പക്ഷെ അതൊന്നും ശരിയല്ല എന്നുള്ളതിനുള്ള തെളിവ് പൂർണ്ണമായിട്ടും അന്ന് കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഇവിടുന്ന് പോയതിന് ശേഷം രാത്രി തിരുവല്ലം പോലീസ് സ്റ്റേഷനിലാണ് അവർ കൊണ്ടുവന്ന് ഹാജരാക്കിയത്. നമുക്കപ്പോൾ ആ പോലീസ് സ്റ്റേഷനിലെ CCTV ഉണ്ട്. പിന്നെ ഈ മോളെ ഇത്രയും ക്രൂരമായി മർദ്ദിച്ചതിൻ്റെ രേഖ കടുവയിൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ടുള്ള കല്ലമ്പലത്തുള്ള ഹോസ്പിറ്റലിലുണ്ട്. അതെല്ലാം പോലീസ് ശേഖരിച്ചു എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ 2 തന്നെ കൊണ്ട് തന്നെയാണ് ഗാർഹിക പീഡനത്തിനുള്ള നല്ലൊരു തെളിവ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇവർ പൈസയുടെ പുറത്ത് ഒരു ജാമ്യം എടുക്കണമെന്നുള്ള ഒറ്റ നിർബന്ധത്തിലാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ക്ഷമിക്കാനോ ഒന്ന് ഇറങ്ങി താഴെ വരാൻ അവർക്കൊരു മടി, അതാണ് ഈ മരണത്തിൻ്റെ കാരണം, അവരുടെ ഹുങ്ക്. ഷെഹന കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ വീട്ടിൽ വന്ന് നിൽക്കാൻ തുടങ്ങിയത് ആ ഹോസ്പിറ്റലിലെ ഈ ഇൻസിഡൻറ്റിന് ശേഷമാണ്. അതെ, ഇങ്ങനെ മാരകമായി ഉപദ്രവിച്ചപ്പോൾ പിന്നെ എങ്ങനെ നമ്മൾ കുട്ടിയെ അങ്ങ് വിടുക? അങ്ങനെ നമ്മൾ പിന്നെ മധ്യസ്ഥയ്ക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി പോയപ്പോൾ അവർ പറഞ്ഞു 1 വർഷത്തിനകത്തൊരു വീട് വെക്കാം, വീട് വെച്ചിട്ട് ഇവരെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ സമ്മതിച്ചു. കുഴപ്പമില്ല, നമ്മൾ കുട്ടിയുടെ ജീവിതമല്ലേ, നമുക്കിപ്പോൾ കൊണ്ടുവന്നിട്ട് പിരിച്ചു വിടാനോ അങ്ങനെ ഒന്നും തോന്നിയില്ല. നമുക്ക് അതാണ് പറ്റിയത്, നമ്മളത് ചെയ്യാൻ പാടില്ലായിരുന്നു. വേണ്ട എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഒരു സ്റ്റാൻഡ് എടുക്കണമായിരുന്നു. നമുക്കും തെറ്റുപറ്റിപ്പോയി. കാരണം മോള് നേരെ പോട്ടെ, നാളെയും അവരോട് ഒരു കുഞ്ഞുമായി പോയി, അതാണ് പ്രശ്നമായതുകൊണ്ട് നമ്മൾ ഒരു രമ്യതയിൽ പോട്ടെ എന്ന് വിചാരിച്ചതാണ് ഇതിൽ പറ്റിയ ഏറ്റവും വലിയൊരു ഇത്. അവർ പറഞ്ഞു 1 വർഷത്തിനകത്ത് വീട് വെച്ചോളൂ. നമ്മൾ പറഞ്ഞു 1 വർഷം 2 വർഷം നിൽക്കട്ടെ, ഒരു ആഴ്ചയിൽ 1 ദിവസം വന്ന് മോനെ കണ്ടിട്ട് പൊക്കോട്ടെ എന്നാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ ഒരാഴ്ച വരും, 2 ആഴ്ച വരില്ല. അപ്പോൾ പിന്നെ നമ്മൾ എന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ പോകുമ്പോഴത്തേക്ക് വീണ്ടും വരും. അന്ന് വെളിയിലൊക്കെ ഒന്ന് കറങ്ങിയിട്ട് ഒരു മാനസികമായോ അങ്ങനെ ഒരു അടുപ്പമില്ല. വരും, ഈ സെറ്റിൽ എവിടെയെങ്കിലും ഇരുന്നിട്ട് ഇവർ കൊടുക്കുന്ന ഭക്ഷണം കഴിച്ചിട്ട് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. മോൾക്ക് മാനസികമായ ഒരു ഇത് പിന്തുണ അവൻ കൊടുത്തില്ല. അല്ലെങ്കിൽ അത് ചെയ്യില്ലല്ലോ. ഒരാൾ, ഏതെങ്കിലും വൈഫോ അല്ല ഭർത്താവോ ആ വീട്ടിലുള്ള ആരെങ്കിലും ഒരാൾ മോളെ ഒന്ന് സ്നേഹിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത് ചെയ്യാൻ മടിക്കും. എൻ്റെ ഭർത്താവ് ഉണ്ടല്ലോ, ഞാൻ എന്തിനു ചെയ്യണം എന്നുള്ള ഒരു ഇതുണ്ടാവും. ഇതങ്ങനെ ഒരു പിന്തുണ ഇല്ലാത്തതിൻ്റെ പേരിലാണ് ഇത് ചെയ്തത്. എങ്ങനെയായിരുന്നു ഷെഹനയും നൗഫലും തമ്മിലുള്ള ഒരു കല്യാണം നടക്കുന്നത്? ഈ ജ്യേഷ്ഠനും മകളും കുടുംബമായിട്ട് ഇവർ ഈസ്റ്റ് ബോർഡിലുള്ള ഒരു ഹോട്ടലിൽ, കേത്തൽ ചിക്കൻ എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയപ്പോൾ ഇവർ ഇരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഇവരും കുടുംബമായിട്ട് വന്നിരുന്നു. അങ്ങനെ ഇവർക്ക് മോളെ കണ്ട് ഇഷ്ടപ്പെട്ടു.
അവർ ഇപ്പോഴും പറഞ്ഞില്ല. അവർക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് അവർ കഴിച്ച് എല്ലാം പുറത്തിറങ്ങിയ സമയത്ത് ജ്യേഷ്ഠൻ്റെ കയ്യിൽ ഒരു വിസിറ്റിംഗ് കാർഡ് ഇതുപോലെ അവരുടെ വജ്ര ഇലക്ട്രിക്കൽസ് എന്ന് പറഞ്ഞൊരു കാർഡ് ചേട്ടൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, വീട്ടിൽ പോയിട്ട് നിങ്ങൾ ഈ നമ്പറിലൊന്ന് വിളിക്കണം. അങ്ങനെ ഇവിടെ വീട്ടിൽ വന്നിട്ട് വിളിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെ മോളെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട്, നിങ്ങൾ അയക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ചേട്ടൻ ഇല്ല, മോള് പഠിക്കുകയാണ്, ഇപ്പോൾ എക്സാം നടക്കുന്നേ ഉള്ളൂ ക്രിസ്മസിൻ്റെ, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, താല്പര്യമില്ല, ഞങ്ങളങ്ങനെ അയക്കുന്നത്. അപ്പോൾ ഇവർ പോകുന്നവരുടെ വണ്ടിയും ആഘോഷമായിട്ടുള്ള ഇതൊക്കെ കണ്ടപ്പോൾ ചേട്ടനും മനസ്സിലായി നമ്മളുമായിട്ട് എത്ര പൊരുത്തപ്പെടുന്നതല്ല. ചേട്ടൻ പറഞ്ഞില്ല, ഞങ്ങളും സാമ്പത്തികമായിട്ട് പിന്നോക്കമാണ്, നമ്മൾ ഇങ്ങനെ ഇത് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അതുപോലെ പഠിക്കണം, മോൾ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ, +2 പരീക്ഷ എഴുതിയിരിക്കുക. അപ്പോൾ അവർ തന്നെ പിന്നീട് അവർ നമ്മൾ അഡ്രസ്സ് തേടി അവർ പിന്നീട് നമ്മൾ വീട്ടിലോട്ട് വന്നു. പല ഞായറാഴ്ചകളിലൊക്കെ വന്നിട്ട് കുട്ടിക്ക് സ്വീറ്റ്സ് അത് ഇതൊക്കെ വാങ്ങിക്കൊണ്ട് കൊടുത്തു. മാനസികമായി ഇവരെ പ്രിപ്പയർ ആക്കിയവർ, അവർക്ക് കുട്ടി ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടായിരിക്കണം അവർ അത്രയും അവർ ചെയ്തത്. അങ്ങനെ നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കണം, പിന്നീടും എങ്ങനെയെങ്കിലും പോട്ടെ എന്ന് എഴുതിയിട്ട് പഠിപ്പിക്കണമെന്നൊക്കെ നമ്മൾ പറഞ്ഞപ്പോൾ അവർ പഠിപ്പിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ കല്യാണം കഴിച്ചു കൊണ്ടുപോയത്. പിന്നെ കൊണ്ടുപോയതിനു ശേഷം പിന്നെ അറിയാമല്ലോ, നമ്മുടെ കയ്യിലായി കഴിഞ്ഞാൽ പിന്നെ അവർ പഠിപ്പിക്കുന്നതോ അതിനെക്കുറിച്ചൊന്നും അവർ ഒന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ സംസാരിക്കാറുണ്ട്, പക്ഷെ അവർ അതിനോട് താല്പര്യപ്പെട്ടില്ല. കാരണം അവരുടെ ബിസിനസ് കാര്യങ്ങൾ അതിലേക്ക് അവരങ്ങ് പോയിക്കൊണ്ടിരുന്നു. പിന്നെ അവർ ഇതിലോട്ടൊന്നും തിരിഞ്ഞില്ല. പിന്നെ ഞങ്ങളും വിട്ടു എന്തായാലും. പിന്നെ അതിനോട് വേണ്ട എന്നുള്ളതിൽ നമ്മളൊന്നും പിന്നീടൊന്നും പറയുന്നില്ല. അതാണ് ഇതിനുമായിട്ട് ഈ വിവാഹമായിട്ട് സംബന്ധിച്ചുള്ള കാര്യം ഇങ്ങനെയാണ്. ഷെഹനയ്ക്ക് വേണ്ടിയുള്ള നീതി തേടി ഒരച്ഛനും അമ്മയും ഒരു കുടുംബവും കാത്തിരിക്കുകയാണ്. ഇനിയും എത്ര പെൺകുട്ടികളോട് നമുക്ക് മാപ്പ് പറയാൻ കഴിയും? എന്നിനി ഷെഹനയ്ക്ക് നീതി കിട്ടും?